നിതിൻ ഓഫീസിലേക്ക് വന്ന ഡെന്നി ദേഷ്യത്തോടെ വിളിച്ചു. ഓഫീസിലുണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകളും ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖം ആകെ വലിഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു. അവൻ നല്ല കലിപ്പിലാണെന്ന് അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. എന്താണ് കാര്യമെന്നറിയാതെ എല്ലാവരുടെയും നെഞ്ചിടിക്കാൻ തുടങ്ങി. എന്താ സർ? നിധി പേടിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. അവൻ്റെ മുഖം കണ്ട അയാൾക്ക് അവൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ പേടി തോന്നിയിരുന്നു. എന്നു മുതലാ നിതിൻ ചോറ് ഇവിടെയും കൂറ് അവിടെയും കാണിക്കാൻ തുടങ്ങിയത്? ഡെന്നി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. സർ എന്താ പറയുന്നതെന്ന് എനിക്ക്. അയാൾ പേടിയോടെ അവനോട് പറഞ്ഞതും ഡേവി പെട്ടെന്ന് അവൻ്റെ ഫോൺ ഓൺ ചെയ്തു. അതിലുണ്ടായിരുന്ന വോയിസ് റെക്കോർഡ്സ് എല്ലാവരും കേൾക്കെ തന്നെ നിതിനെ കേൾപ്പിച്ചു. ഇനി ഇതിൽ സംസാരിക്കുന്നത് നീയല്ലെന്ന് പറയുമോ? ഡേവി സംശയത്തോടെയും ദേഷ്യത്തോടെയും അവനോട് ചോദിച്ചു. അത് സർ, പിന്നെ അവൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. നിതിൻ ഇവിടെ കിട്ടുന്ന സാലറി പോരാഞ്ഞിട്ടാണോ ഇമാതിരി ഏർപ്പാടുകളൊക്കെ ചെയ്തത്? ഡെന്നി കൈകൾ മാറിൽ കെട്ടി പുരുകം പൊക്കി ദേഷ്യത്തോട് ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ തല കുലിച്ചു. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എൻ്റെ കൂടെ നിന്ന് ചതിക്കുന്നത്. അതുകൊണ്ട് ഇതിന് താൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഡെന്നി പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. യു ആർ ഡിസ്മിസ്ഡ്. ഡെന്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ടൊരു പേപ്പർ അവന് കൊടുത്തു. അവൻ വിഷമത്തോടെ ഡെന്നിയെ നോക്കി. സർ സോറി, ഞാൻ ആ സാറ് പറഞ്ഞപ്പോൾ സോറി സർ. ഒരു തവണ എന്നോട് അവൻ പറയാൻ തുടങ്ങിയതും ഡെന്നി കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു. നോ മോർ എക്സ്പ്ലനേഷൻസ്. ഇതെൻ്റെ തീരുമാനമാണ്. തനിക്ക് പോകാം ആ സാറിൻ്റെ കമ്പനിയിലേക്ക്. ഇനി താൻ അവിടെ വർക്ക് ചെയ്താൽ മതി. ഡെന്നി അവനെ നോക്കി വീണ്ടും പറഞ്ഞു. ജേക്കബിൻ്റെ കമ്പനിക്ക് ഡെന്നിയുടെ കമ്പനിയുടെ അത്രയും ടേൺ ഓവർ ഇല്ലെന്നും അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന സാലറി ഒന്നും അവിടെ കിട്ടില്ലെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. ജോലി പോയതും അവനാകെ വിഷമമായി. താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് അവന് തോന്നി. നിങ്ങളോട് എല്ലാവരോടും ജോലിക്ക് കയറിയ സമയത്ത് ഒരുപോലെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ ഈ സ്ഥാപനത്തെ നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായിട്ട് കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന്. നിങ്ങൾ എത്ര പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്? അവൻ ചോദിച്ചതും കുറച്ചു പേർ അതിന് കൈപൊക്കി. എനിക്കറിയാം എത്ര പേർ നമ്മുടെ കമ്പനിക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെന്ന്. അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. നിതിൻ, യു ക്യാൻ ഗോ നൗ. ഇനി തനിക്ക് ഈ കമ്പനിയായിട്ടോ ഇവിടെയുള്ള ആളുകളായിട്ടോ യാതൊരു ബന്ധവുമില്ല. ആൻഡ് യുവർ 14 days സാലറി 2 ദിവസത്തിനുള്ളിൽ അക്കൗണ്ട്സിലെത്തും. ഡെന്നി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു. തന്നിൽ നിന്നും ഇങ്ങനൊരു പ്രവൃത്തി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല നിതിൻ. പ്രോജക്റ്റ് നമുക്ക് കിട്ടാതെ പോയത് ഞങ്ങൾക്ക് വിഷമമില്ല. ബിക്കോസ് ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡാണ്. ചിലപ്പോൾ കിട്ടും, കിട്ടാതിരിക്കും. അതൊക്കെ നമ്മുടെ ഹാർഡ് വർക്കിൻ്റെയും ലക്കിൻ്റെയും ഭാഗമാണ്. ബട്ട് കൂടെ നിന്ന് ചതിക്കുന്നത് അത് നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡേവി അവനെ നോക്കി പറഞ്ഞു. സോ സോറി. അവൻ പറയാൻ തുടങ്ങിയതും ഡേവി അവനെ കൈകൾ ഉയർത്തി തടഞ്ഞു. ഇവിടുത്തെ സാലറി പോരാഞ്ഞിട്ടല്ലേ നിതിൻ ഈ പ്രവൃത്തി ചെയ്തത്. സോ അവൻ പറഞ്ഞതുപോലെ ഇനി താൻ അവിടെ പോയി വർക്ക് ചെയ്താൽ മതി. ആൻഡ് ഓൾ, നിങ്ങൾക്കും കൂടി ഇതൊരു പാഠമാണ്. ചതി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയായിരിക്കും ഞങ്ങളുടെ ഡിസിഷൻ. അത്രയും പറഞ്ഞുകൊണ്ട് ഡേവിയും ഡെന്നിയുടെ അടുത്തേക്ക് നടന്നു. എല്ലാവരും നിതിനെ തന്നെ നോക്കി. അവൻ നിസ്സഹായനെ പോലെ അവിടെ നിന്നു. ഡേവി ഡെന്നിയുടെ ഒപ്പം ക്യാബിനിലേക്ക് ചെന്നു. നിതിൻ നല്ലൊരു സ്റ്റാഫായിരുന്നു അല്ലേ ഡെന്നി? അവൻ്റെ മുൻപിലെ കസേരയിലേക്ക് ഇരുന്നതിന് ശേഷം ഡേവി അവനെ നോക്കി പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൻ അത്രയും കാലിബർ ഉണ്ടായിട്ടല്ലേ നമ്മൾ അവനെ ആ സ്ഥാനത്തിരുത്തിയത്. എന്നിട്ട് അവൻ എന്താ ഇപ്പം നമ്മളോട് കാണിച്ചത്? എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ? വിവരം കൂടി വേണ്ടേ? അവൻ പോയി അവിടെ ജോലി നോക്കട്ടെ. അയാൾ കാരണമല്ലേ അവൻ്റെ ജോലി പോയത്. അയാൾ തന്നെ ജോലി കൊടുക്കട്ടെ. ഡെന്നി ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് ഡേവി ഒന്ന് മൂളി. നീ പിന്നെ ശ്രീയെ വിളിച്ചായിരുന്നോ? ഡേവി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇല്ലടാ, വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. അവനും മറുപടി പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞത് അവൾക്ക് വിഷമമായെന്ന് തോന്നുന്നു. പേടി കൊണ്ടാണ് അവൾ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ നീ അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളോട് ദേഷ്യപ്പെട്ടപ്പോൾ അവൾക്കത് നല്ല സങ്കടമായിട്ടുണ്ട്. നീ അവളെ ഒന്ന് വിളിക്കാഞ്ഞ എന്താ? ഡേവി അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു. ഏയ്, അവൾക്ക് അങ്ങനെയൊന്നുമില്ല. എന്നെ അവൾക്ക് നന്നായിട്ടറിയാം. ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ അവൾക്കുണ്ട്. ഡെന്നി അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു. എങ്കിലും നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. ഇത്രയും നേരമായില്ലേ അവിടുന്ന് പോന്നിട്ട്? ഡേവി പറഞ്ഞതും അവനത് ശരിയാണെന്ന് തോന്നി. അവൻ ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. എന്നാൽ 2 തവണ വിളിച്ചിട്ടും അവൾ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. തന്നോട് അവൾക്ക് പരിഭവമാണെന്ന് ഡെന്നിക്ക് തോന്നി. എന്താടാ, കോൾ എടുക്കുന്നില്ലേ? ഡേവി സംശയത്തോട് ചോദിച്ചു. കട്ട് ചെയ്യുക, അവൻ മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് നല്ലതുപോലെ അത് വിഷമമായിട്ടുണ്ടെന്ന്. അതുകൊണ്ടായിരിക്കാം ഫോൺ എടുക്കാത്തത്. ഡേവിയും പറഞ്ഞു. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാഞ്ഞതും അവനും വിഷമമായി തോന്നിയിരുന്നു. ഭാര്യ കോൾ എടുക്കാത്തത് ഭർത്താവിന് നല്ല വിഷമമുണ്ടല്ലേ? ഡേവി അവനെ കളിയാക്കി. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. നാളെ നിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ വാചകം അടിക്കാതെ എഴുന്നേറ്റ് വന്നേ. ഡെന്നി പറഞ്ഞതും അവനും ചിരിയോടെ എഴുന്നേറ്റു. അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയതും നിതിൻ വിഷമത്തോടെ ഇരിക്കുന്നതാണ് കണ്ടത്. നിങ്ങൾക്കാർക്കും വീട്ടിലേക്ക് പോകാറായില്ലേ? ഓഫീസ് ടൈം കഴിഞ്ഞല്ലോ. ആരും പോകാതിരിക്കുന്നത് കണ്ട് ഡെന്നി സംശയത്തോട് ചോദിച്ചു. സർ,
ഈ ഒരു തവണത്തേക്ക് നിതിനോടൊന്ന് ക്ഷമിക്കുമോ? വീട്ടിലെ കുറച്ച് ബുദ്ധിമുട്ട് കൊണ്ടാണ് അയാൾ പറഞ്ഞ ഓഫർ അക്സെപ്റ്റ് ചെയ്തത്. അതിൽ മറ്റൊരു സ്റ്റാഫ് വന്ന് ഡെന്നിയോട് പറഞ്ഞു, ജോലി ചെയ്യുന്ന കമ്പനിയെ ചതിച്ചിട്ടാണോ വരുൺ പണം ഉണ്ടാക്കേണ്ടത്? നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം അതെത്രയാണെങ്കിലും അഡ്വാൻസ് ആയിട്ടും അല്ലാതെയും ഞങ്ങൾ തരാറില്ലേ? നിങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയല്ലേ ഞങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ഒപ്പം നിന്നിട്ടുള്ളത്? ദേവി സംശയത്തോടെ അവനോട് തിരികെ ചോദിച്ചു. അത് ഞങ്ങൾക്കറിയാം സർ. വേറെ ഒരിടത്തും ഞങ്ങളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യില്ലെന്ന്. അതുകൊണ്ടല്ലേ ഞങ്ങളും അതുപോലെ ഈ കമ്പനിയോട് നിൽക്കുന്നത്, വരുൺ പറഞ്ഞു. അപ്പോൾ ഇയാൾ ചെയ്തതൊരു തെറ്റല്ല, അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കണമെന്നാണോ പറയുന്നത്? ഡെന്നി ചോദിച്ചു. അങ്ങനെയല്ല സർ, ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ നിന്ന് ഇവനെ പറഞ്ഞു വിട്ടാൽ അവന് മറ്റൊരിടത്ത് ഒരിക്കലും ജോലിക്ക് കയറാൻ പറ്റില്ല. അതും ഡിസ്മിസ് ചെയ്താൽ പിന്നെ അയാൾ ഇവന് ജോലി കൊടുക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. പിന്നെ മുൻപിലുള്ള മാർഗ്ഗം ആത്മഹത്യ മാത്രമായിരിക്കും. വീട്ടിൽ വയ്യാത്തൊരു പെങ്ങളുള്ളതാ. അവളുടെ ട്രീറ്റ്മെൻറ്റിന് കുറച്ച് പണം അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. സർ, ഞങ്ങൾ ബാക്കിയുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടി ഈ ഒരു തവണത്തേക്ക് ഇവനോട് ക്ഷമിക്കണം. വരുൺ പറഞ്ഞതും ഡെന്നി മറ്റുള്ള സ്റ്റാഫുകളെല്ലാം നോക്കി. എല്ലാവരും ദയനീയമായി അവനോട് ക്ഷമിക്കണമെന്നുള്ള അർത്ഥത്തിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവനോട് ക്ഷമിച്ചാൽ അത് നിങ്ങൾ മറ്റ് സ്റ്റാഫുകൾക്ക് ഒരു ബെനിഫിറ്റായിട്ട് എടുക്കും. ഒരിക്കലും ഇല്ല സർ. കാരണം ഇവൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഒരിക്കലും അതൊരു ബെനിഫിറ്റായിട്ട് എടുക്കില്ല. പ്ലീസ് സർ, വരുൺ വീണ്ടും പറഞ്ഞു. ലുക്ക് വരുൺ, നിതിൻ എത്രത്തോളം കാലിബറുള്ള സ്റ്റാഫാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ഉള്ള പല ആളുകൾ വന്നിട്ട് പോലും ഞങ്ങൾ ഇയാളെ ജോലിക്ക് എടുത്തത്. സർ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എൻ്റെ ഫാമിലി ഓർത്തിട്ടെങ്കിലും അവൻ അവരുടെ മുൻപിൽ തൊഴുതു. അത് കണ്ട് ഡേവി വല്ലാതെയായി. അവൻ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി. ഓക്കെ, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഇനി ഇങ്ങനെ ഉണ്ടായാൽ മറ്റെങ്ങും തന്നെ ജോലിക്ക് എടുക്കാത്ത വിധം ഞങ്ങൾ ഡിസ്മിസ് അടിക്കും. തനിക്ക് ഇതുപോലൊരു ജോലി വേറെ എങ്ങും പിന്നെ കിട്ടില്ല. എന്താ, അത് തനിക്ക് ഓക്കെ ആണോ? അവൻ സംശയത്തോട് ചോദിച്ചതും അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് തലയാട്ടി. ഓക്കെ, എങ്കിൽ തനിക്ക് നാളെ മുതൽ ജോലിക്ക് വരാം. ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞതൊക്കെ? ഡെന്നി വീണ്ടും ഓർമ്മിപ്പിച്ചതും അവൻ തലയാട്ടി. അത് കണ്ടതും ഡെന്നി ഒന്ന് മൂളിക്കൊണ്ട് പുറത്തേക്കിറങ്ങി, കൂടെ ഡേവിയും. ഡേവിയും തിരികെ വീട്ടിലേക്കെത്തി. അവർ ചെന്നപ്പോൾ വിനുവും നേഹയും ഡോണയും ജോയും ശ്രീയും ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവർ അവിടെ ഇരുന്ന് ഓരോന്നും സംസാരിച്ച് ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഡെന്നിയെ കണ്ടതും ശ്രീയുടെ ചിരി അങ്ങ് നിന്നു. അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും അവന് ചിരി വന്നു. അവൻ കുസൃതി ചിരിയോടെ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. അതിഷ്ടപ്പെടാത്തതുപോലെ അവൾ അവനെ പുച്ഛിച്ചു കാണിച്ചു. നേഹ ഡേവിയുടെ മുഖത്തേക്ക് നോക്കി. ഡേവി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്താണെന്നുള്ള അർത്ഥത്തിൽ പുരികം പൊക്കി. അതിനവൾ ഒന്നുമില്ല എന്ന് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ചുമലനക്കി. മമ്മി എവിടെ? ഡേവി സംശയത്തോടെ പിള്ളേരോട് ചോദിച്ചു. കിടക്കുക, ആൻറ്റിക്ക് യാത്രയൊക്കെ ചെയ്തതിൻ്റെ ക്ഷീണമുണ്ട്. വിനു അവരെ നോക്കി മറുപടി പറഞ്ഞു. നിങ്ങളെല്ലാവരും കൂടി ഇവിടെ എന്താ ചർച്ച? ഡെന്നി ചിരിച്ചുകൊണ്ട് അവരെ നോക്കി ചോദിച്ചത് അവരോടാണെങ്കിലും അവൻ്റെ കണ്ണുകൾ ശ്രീയിലായിരുന്നു. ഓ, ഞങ്ങളിങ്ങനെ ഓരോരുത്തരുടെയും കല്യാണക്കാരെ സംസാരിക്കുമായിരുന്നു ചാച്ചാ. നമ്മൾ ഒരു പള്ളിയായതുകൊണ്ട് ചാച്ചൻ്റെയും ജോൺ ചേട്ടൻ്റെയും കല്യാണം ഒരു ദിവസം നടത്താമെന്ന് പറഞ്ഞതാ. ഡോണ ചിരിയോടെ ഡേവിയെ നോക്കി. അതങ്ങനെ ശരിയാകും. വൈകയും വൈഷും ടിൻസായ സ്ഥിതിക്ക് അവരുടെ രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ച് നടത്തണമെന്നല്ലേ ആൻറ്റിക്കും അങ്കിളിനും ആഗ്രഹം? അവൻ തിരികെ സംശയത്തോടെ അവരോട് ചോദിച്ചു. സോബി ഓർത്തഡോക്സ് അല്ലേ? അപ്പോൾ എന്തായാലും അവരുടെ രണ്ടുപേരുടെയും കല്യാണം ഒന്നിച്ച് നടത്താൻ പറ്റില്ലല്ലോ, ജോയാണ് പറഞ്ഞത്. അത് ശരിയാ. അപ്പം പിന്നെ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വെക്കാം. ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ചൊരു പള്ളിയിൽ നടക്കട്ടെ അല്ലേ? ഡെന്നി പറഞ്ഞതും എല്ലാവരും അത് കേട്ട് പുഞ്ചിരിച്ചു. എന്തായാലും യാത്ര ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതുകൊണ്ട് കുറേ നേട്ടങ്ങളുണ്ടായി. ഒന്നിക്കാതിരുന്നവരെല്ലാം പരസ്പരം ഒന്നിച്ചു. പരസ്പരം മനസ്സിൽ ഇഷ്ടങ്ങളുണ്ടായിരുന്നവരൊക്കെ അത് തുറന്നു പറഞ്ഞു. ഡെന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും വിനുവിൻ പെട്ടെന്ന് വിഷമമായി മാറി. അതെല്ലാവരും ശ്രദ്ധിച്ചതും അവൻ്റെ മുഖം കണ്ട് എല്ലാവർക്കും വിഷമം വന്നിരുന്നു. അല്ല ചാച്ച, പോയ കാര്യം എന്തായി? അയാളെ കണ്ടോ? ഡോണ വിഷയം മാറ്റാനെന്ന രീതിയിൽ അവരോട് ചോദിച്ചു. ഡെന്നി ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അയാളെ നമ്മുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒരു ദയയും കാണിക്കില്ല. നമ്മളോടും നമ്മുടെ കമ്പനിയോടും കൂറില്ലാത്തവനെയൊക്കെ നമ്മുടെ കമ്പനിക്ക് എന്തിനാ? ജോ അത് കേട്ട് അവനോട് ചോദിച്ചു. അവൻ്റെ ജീവിത സാഹചര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ജോ. അമ്മയ്ക്ക് വയ്യാത്തതാ, പിന്നെ ഒരു ചേച്ചിയുണ്ട്. ആ കുട്ടിക്കും അസുഖമാണ്. ഇവൻ്റെ ഒരു ജോലി കൊണ്ട് മാത്രം ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ തവണ ആയതുകൊണ്ട് മറ്റുള്ള സ്റ്റാഫുകൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവനെ തിരിച്ച് ജോലിക്ക് എടുത്തത്. ഡെന്നി അവരെ നോക്കി മറുപടി പറഞ്ഞു. ആ ജേക്കബിനിട്ട് ചാച്ചനൊരെണ്ണം പൊട്ടിക്കായിരുന്നില്ലേ? ജോണ സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്തു ചെയ്യാനാ, അവിടുത്തെ ആൻറ്റി അവിടെ ഉണ്ടല്ലോ. അവരെ കണ്ട നമ്മുടെ മമ്മിയെ പോലെയാ. വെറും പാവം ഒരു സ്ത്രീ. അയാളും അയാളുടെ മകനും ഓരോന്ന് ചെയ്ത് കൂട്ടുന്നതിന് അവരെന്തിപ്പോൾ പഴിച്ചു? അയാൾ നമ്മളോട് ചെയ്തതുപോലെ തിരിച്ച് ചെയ്യാൻ നിന്നാൽ അയാളും നമ്മളും തമ്മി പിന്നെ എന്താണ് വ്യത്യാസം? ഡേവി അതിന് മറുപടി പറഞ്ഞു.
ഇവിടുന്ന് പോകുന്നത് കണ്ടപ്പോൾ ഇപ്പം മറിച്ചു കാണിക്കാന്നും പറഞ്ഞല്ലേ പോയത്. അതും എന്നോട് ദേഷ്യപ്പെട്ടിട്ട്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ സോഫ്റ്റ് കോർണർ കാണിച്ചു വന്നേക്കുന്നു. ശ്രീ അടുത്തിരുന്ന നേഹയോടും ഡോണയോടും പതിയെ പറഞ്ഞു. ശ്രീയുടെ ദേഷ്യവും പരിഭവവും കേട്ട് അവർക്ക് രണ്ടുപേർക്കും ചിരി വന്നു. അവൾ എന്തോ പറയുന്നതും അവർ രണ്ടുപേരും ചിരിക്കുന്നതും ഡെന്നി ശ്രദ്ധിച്ചിരുന്നു. ഡെന്നി ഡോണയോട് എന്താണെന്ന് പുരികം പൊക്കി ചോദിച്ചതും അവൾ ഒന്നുമില്ല എന്ന് ചുമലനക്കി. ഫദ്രേ, ഒരു ചായ. അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അവൾ മുഖവും വീർപ്പിച്ചിരിക്കുകയായിരുന്നു. ഓഫീസിൽ വെച്ച് എന്തോ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാകൂന്നൊക്കെ. ഡേവി അവനെ കളിയാക്കിക്കൊണ്ട് പതിയെ അവനോട് പറഞ്ഞതും അവൻ കപടദേഷ്യത്തോടെ ഡേവിയെ നോക്കി. അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. കണ്ടോടാ എൻ്റെ കൊച്ചിൻ്റെ സ്നേഹം. ഡെന്നി എന്തോ നേടിയതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ ഊവ് എന്നുള്ള അർത്ഥത്തിൽ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഡേവി പിള്ളേരുടെ ഒപ്പം അവിടെ ഇരുന്നപ്പോൾ ഡെന്നി പതിയെ ശ്രീയുടെ അടുത്തേക്ക് വലിഞ്ഞു. ചാച്ചൻ ചേച്ചിയെ മയപ്പെടുത്താൻ പോവുകയാണെന്ന് തോന്നുന്നു. അവൻ്റെ പോക്ക് കണ്ട് ഡോണ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഫീസിൽ വെച്ച് അവൻ ഒരുപാട് തവണ അവളുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. അവൾ കോൾ കട്ട് ചെയ്തു. അതിൻ്റെ വെപ്രാളത്തിൽ ഇറങ്ങി വന്നതാ കക്ഷി. ഡേവി അവനെ കളിയാക്കി. ഓ, എങ്ങനെ നടന്നെൻ്റെ ചാച്ചനാ, ഇപ്പം കണ്ടില്ലേ ഓരോരോ അവസ്ഥ. ഡോണ കൈമലർത്തി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. ഡെന്നി നേരെ പോയത് ശ്രീയുടെ അടുത്തേക്കായിരുന്നു. അവൻ ചെന്നപ്പോൾ അവൾ അവന് വേണ്ടി ചായ ഇടുകയാണ്. അത് കണ്ടതും അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ അടുത്തേക്ക് നിന്നു. എന്നാൽ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചായ ഇടുന്ന തിരക്കിലായിരുന്നു. ചായ ഇടുന്നതിനിടയിൽ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ ഹാളിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവൾ തിരികെ അവിടെ തന്നെ വന്ന് നിന്നു. വിട്, ഞാൻ ദേവിചേട്ടന് ചായ വേണോന്ന് ചോദിക്കട്ടെ. അവൾ അവൻ്റെ കൈ തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവനും ചായ വേണം. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൻ്റെ കൈ വിട്ടിട്ട് അവൾ വീണ്ടും ചായ ഇടാൻ തുടങ്ങിയതും അവൻ അവളെ അവിടെ നിന്നും വായി നോക്കാൻ തുടങ്ങി. അവൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിലും കാണാത്തതുപോലെ നടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവളുടെ ഭാഗത്തു നിന്നും റിയാക്ഷൻ ഒന്നും ഇല്ലാഞ്ഞതും അവൻ അവളുടെ പുറകിലേക്ക് ചെന്ന് നിന്നു. അവൾ അത് അറിഞ്ഞെങ്കിലും അറിയാത്തതുപോലെ തന്നെ നിന്നു. പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ കൂടി അവൻ്റെ കൈ ഇഴയുന്നത് പോലെ അവൾക്ക് തോന്നിയതും അവൾ താഴേക്ക് നോക്കി. പുറകിൽ നിന്നും അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഡെന്നി. ചൂട് ചായയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, എടുത്ത് മുഖത്തേക്ക് ഒഴിച്ചു തരും ഞാൻ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ പോലും പ്രതീക്ഷിക്കാതെ കുസൃതിയോടെ അവൻ അവളുടെ പുറം കഴുത്തിൽ ചുണ്ടുകൾ ചേർത്തു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിത്തിരിഞ്ഞു. അപ്പോഴും അതേ കുസൃതി ചിരിയോടെ നിൽക്കുകയായിരുന്നു അവൻ. ദേഷ്യം വരുമ്പോൾ എൻ്റെ പെണ്ണിനെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമാണ്, അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. അത് കേട്ട് അവൾക്ക് ചിരി വന്നെങ്കിലും അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ അവനെ നോക്കി. മാറി നിൽക്ക്, അവൾ കപടദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. എന്നാൽ അത് കേട്ടിട്ടും അവൻ കുസൃതിയോടെ അവളിലേക്ക് ഒന്നുകൂടി അടുത്തു. ഇത് അടങ്ങിയിരിക്കണേ കേട്ടോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ആണോ, എൻ്റെ കുഞ്ഞിന് ദേഷ്യം വരുന്നുണ്ടോ? അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ഒന്നുകൂടി ചുണ്ടുകൾ ചേർത്തു. എന്നെ ആരും ഉമ്മ വെക്കണ്ട. ഇവിടെ നിന്നും ദേഷ്യത്തോടെ എന്തോ മലമറിക്കൂന്ന് പറഞ്ഞ് എൻ്റെ വാക്കുപോലും കേൾക്കാതെ പോയതല്ലേ? അവൾ പരിഭവത്തോട് ചോദിച്ചു. എടി, നീയും കണ്ടതല്ലേ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് അയാളാണെന്ന് നമുക്ക് അയാൾക്കും അറിയാം. പിന്നെ അത് നമ്മൾ അറിഞ്ഞു എന്ന് അയാളെ ഒന്ന് അറിയിക്കണ്ടേ? അയാൾ ഇവിടെ ചെയ്തതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല, അവിടുത്തെ ആൻറ്റി ഓർത്തിട്ട് മാത്രം, അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും അവളൊന്ന് മൂളി. ഞാൻ അങ്ങനെ പറഞ്ഞതും ചെയ്തതും എൻ്റെ കൊച്ചിന് സങ്കടമായെങ്കിൽ സോറി. നിന്റെ ഇച്ഛായനല്ലേ ഭദ്രേ, ഒന്ന് ക്ഷമിച്ചേക്ക്, അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. അല്ലെങ്കിലും എനിക്കെൻ്റെ ഇച്ഛായനെ അറിയാലോ, അവളും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബിച്ചിരുന്നു.